ഹായ് ഫ്രണ്ട്സ്, ഞാൻ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി കോവയ്ക്ക കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ. ഈ കറിക്ക് തേങ്ങയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. തേങ്ങ ഒട്ടും ചേർക്കാതെ തയ്യാറാക്കിയെടുത്ത ഒരു കോവയ്ക്ക കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാം കോവയ്ക്കാണ്. അത് 4ആയിട്ട് കീറി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഇതിങ്ങനെയൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോഴത്തേക്ക് ഇതിൽ മുളകും ഉപ്പും എല്ലാം ഒന്ന് പിടിക്കും. അപ്പോൾ അങ്ങനെയൊന്ന് മാറ്റി വെച്ചിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കുകയാണെങ്കിലുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. അപ്പോൾ ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ എണ്ണയിലിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കോവയ്ക്കയെല്ലാം ഒന്ന് ചേർത്ത് ആദ്യം നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിരിക്കാം, ഇളക്കി കൊടുക്കണ്ട. അതിന് ശേഷം നമുക്ക് ഇളക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഇളക്കി ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു മണം വരും, പിന്നെ ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അതുവരെയാണ് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ കളറൊക്കെ മാറി വരും. വാടി വരുന്ന സമയത്ത് ഇതിൻ്റെ ക്വാണ്ടിറ്റിയും കുറയും കേട്ടോ. ആ സമയത്ത് വേണം നമുക്കിത് കോരി മാറ്റാനായിട്ട്. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്ത് ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം, കോരി മാറ്റാം. ഇതാ കണ്ടോ, കോവയ്ക്കയുടെ അളവൊക്കെ കുറഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇത് കോരി മാറ്റാം. കോവയ്ക്കയെല്ലാം കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജീരകം ചേർത്ത് കൊടുത്തു. ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ. ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയ സവാളയും ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളിയും സവാളയൊക്കെ ഒന്ന് വഴന്ന് വരണം. അതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഈ ഉള്ളി വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 4 പച്ചമുളകും 1 വലിയ തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. അതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അടപ്പ് വെച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരട്ടെ. അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്ന് കുറച്ചൊന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും
ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുളകിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തിട്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവാണെന്ന് തോന്നി. അങ്ങനെ ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം. ഞാൻ ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അരപ്പെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ അരപ്പെല്ലാം കോവയ്ക്കയിലൊന്ന് പിടിക്കണം. അപ്പോൾ കോവയ്ക്ക ഒന്ന് സോഫ്റ്റായി വരും കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ കൂടുതലിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 കപ്പ് തൈര് ഒരു വിസ്ക് കൊണ്ടൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് താളിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആദ്യമേ എണ്ണയൊക്കെ ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇനി എണ്ണ കൂടുതൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കോവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.